ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു കമ്പൈൻ മൾട്ടിപ്പിൾ ഷീറ്റ് ടു സിംഗിൾ ഷീറ്റ്. നമുക്ക് എങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഷീറ്റിൽ പറഞ്ഞ പല ഡാറ്റാസ്, ദാറ്റ് മീൻസ് ഒരു റിപ്പോർട്ട് ചെയ്ത് പോലെ 12 മാസത്തെ റിപ്പോർട്ട് വരാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഇത് നമുക്ക് സിംഗിൾ ഷീറ്റിലേക്ക് കമ്പൈൻ ചെയ്യണം. എല്ലാത്തിൻ്റെയും ഹെഡിങ് കോമൺ ഹെഡിങ് ആണ്. സാധാരണ നമ്മൾ ഇതിനെ സിംഗിൾ ഷീറ്റിലേക്ക് കമ്പൈൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ കോപ്പി പേസ്റ്റ് ചെയ്യാണ് സാധാരണ ചെയ്യാറ്. പക്ഷെ ഇത് ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കാറുണ്ട്. നമ്മുടെ ചിലപ്പോൾ ഒരു 10-100 ഷീറ്റിൽ ഡാറ്റ ആയിരിക്കാം. അപ്പം ഇതിന് ഈ വർക്ക് സിമ്പിൾ ആക്കാൻ വേണ്ടി ഡിഫോൾട്ടായിട്ട് നമുക്ക് സിസ്റ്റം ഇല്ലേ എക്സലിൽ, അതിന് പകരമായിട്ട് നമുക്കൊരു VB കോഡ് ഉണ്ട്. ദാറ്റ് വിഷ്വൽ ബേസിക് കോഡ് മാക്രോ റൺ ചെയ്യണം. ഈ വിഷ്വൽ ബേസിക് കോഡ് നമുക്ക് ഓൾറെഡി നമ്മുടെ വീഡിയോസിൻ്റെ താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് ഇതാണ് നമുക്ക് ഒരു ടെക്സ്റ്റ് ഫയൽ കാണാം, ഒരു വീഡിയോ VB കോഡ്. ഈ VB കോഡ് നമുക്ക് കോമൺ ആണ്. ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുക. ഇത് കോപ്പി ചെയ്തിട്ട് നമുക്ക് എക്സൽ വന്നിട്ട് Alt+F11 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിഷ്വൽ ബേസിക് എഡിറ്റർ വന്നിട്ട് സ്ക്രീൻ ഓപ്പൺ ആവും. അപ്പോൾ നമുക്കിവിടെ വിഷ്വൽ ബേസിക് സ്ക്രീൻ എഡിറ്റർ ഓപ്പൺ ആയി. ഇതിൽ വന്നിട്ട് നമ്മൾ ഇൻസെർട്ട് എന്ന ഓപ്ഷനിൽ വരിക. ഇൻസെർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോഡ്യൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഇത് കാണാം, അവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. നമ്മളിവിടെ ഫൈൻഡ് തൊട്ട് താഴെ എക്സലിൻ്റെ ഒരു ഇത് കാണാം. മീൻസ് നമുക്ക് വീണ്ടും വിഷ്വൽ എക്സൽ ഫയലിലേക്ക് വരാം. ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇവിടെ മാക്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ വ്യൂ ടാബിൽ മാക്രോ എന്നൊരു ഓപ്ഷൻ കാണാം. മാക്രോയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ള മാക്രോ കോഡ് ഉണ്ട് അവിടെ, കമ്പൈൻ വന്നിട്ട് ജസ്റ്റ് റൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് റൈറ്റ് ഓപ്ഷനാണ് റൺ. ഈ റൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കോഡ് റൺ ചെയ്യാൻ തുടങ്ങും. ദാറ്റ് മീൻസ് നമുക്ക് വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ എല്ലാ ഷീറ്റും നമുക്ക് സിംഗിൾ ഷീറ്റിലേക്ക് കോപ്പി ചെയ്യണം. ഇപ്പോൾ ഇവിടെ കമ്പൈൻ വന്നിട്ട് ഓട്ടോമാറ്റിക് ഒരു ഷീറ്റ് ജനറേറ്റ് ചെയ്യും. ഈ ഷീറ്റിൽ നമ്മുടെ എല്ലാ മാസത്തെ ഡാറ്റ, ദാറ്റ് മീൻസ് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ കാണാം എല്ലാ മാസത്തെ ഡാറ്റയും ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. ഇത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഈ കോഡ് നമുക്ക് ഏത് ഇതിലും ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ ഒറ്റ കണ്ടീഷനുള്ളൂ, കാരണം കോമൺ ആയിട്ട് എല്ലാത്തിൻ്റെയും ഹെഡിങ് സെയിം ആയിരിക്കും. എല്ലാ ഷീറ്റിൻ്റെയും ഹെഡിങ് സെയിം ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും ഒരുപാട് സമയം സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ടിപ്സുകൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ, സി.